ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയുടെ എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരോടുള്ള ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം എങ്ങനെയാണ് എന്ന് വർണ്ണിച്ചിരിക്കുന്നു. യഹൂദ രാജാവായ യഹോശാഫാത്തിനെ ആക്രമിക്കുവാൻ 3 ദേശക്കാരായ അമോന്യരും മോവാബ്യരും മയൂന്യരിൽ ചിലരും വന്നു എന്ന വാർത്ത രാജാവിനോട് സ്നേഹമുള്ള ചിലർ അറിയിച്ചു. അവർ എൻഗേദി എന്ന ഹസസോൻ താമാരിൽ ഉണ്ട് എന്ന് അറിയിച്ചു. ഇത് കേട്ടപ്പോൾ യഹോശാഫാത്ത് രാജാവ് 5 കാര്യങ്ങളാണ് ചെയ്തത്. അതിനു മുമ്പ് ഈ യഹോശാഫാത്ത് ആരാണെന്നറിയണ്ടേ? ആസാ രാജാവിൻ്റെ പുത്രനാണ്. യഹൂദ രാജ്യത്തെ 25 കൊല്ലം ഭരിച്ച രാജാവാണ്. ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ രാജ്യം ഭരിച്ച രാജാവാണ്. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം യഹൂദ ദേശത്തിനും ഇസ്രായേൽ ദേശത്തിനും സമാധാനവും സന്തോഷവും ഉണ്ടായി. ഇങ്ങനെയുള്ള രാജാവ് തൻ്റെ രാജ്യം ആക്രമിക്കപ്പെടുവാൻ പോകുന്നു എന്ന് കേട്ട് ഒന്നാമതായി ഭയപ്പെട്ടുപോയി. കാരണം ദൈവം തൻ്റെ ദാസനായ അബ്രാഹാം പിതാവിൻ്റെ മക്കൾക്ക് വാഗ്ദത്തമായി കൊടുത്ത ദേശം ആക്രമിക്കുവാൻ വരുന്നു. അത് 3 രാജ്യത്തെ രാജാക്കന്മാരാണ്. അവർ വലിയ ഒരു സൈന്യവുമായിട്ടാണ് വരുന്നത്. അവരോട് എതിർക്കുവാൻ വേണ്ട സൈനിക ബലം തനിക്കില്ലാത്തത് കൊണ്ടാണ് രാജാവ് ഭയപ്പെട്ടത്. രണ്ടാമതായി അദ്ദേഹം ചെയ്തത് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. 3 രാജ്യത്തെ സൈന്യങ്ങളോട് ഏറ്റുമുട്ടുവാൻ താൻ അശക്തനാണെന്നും ദൈവത്തിന് മാത്രമേ ഇവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നും മനസ്സിലാക്കിയ രാജാവ് യഹോവയായ ദൈവത്തെ അന്വേഷിക്കുവാൻ താല്പര്യപ്പെട്ടു. ഒറ്റയ്ക്കല്ല, യഹൂദയിലെ പ്രായമുള്ളവരും യുവതി യുവാക്കളും കുഞ്ഞുങ്ങളും മാതാപിതാക്കന്മാരും എല്ലാവരും ഒന്നിച്ചാണ് യഹോവയെ അന്വേഷിച്ചത്. മൂന്നാമതായി യഹോശാഫാത്ത് രാജാവ് യഹൂദ്യയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. നാലാമത് യഹോവയായ ദൈവത്തോട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് സഹായം ചോദിപ്പാൻ യഹൂദ്യർ ഒന്നിച്ചു കൂടിയത്. സകല യഹൂദ നഗരങ്ങളിലും നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. അഞ്ചാമത് രാജാവ് ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിച്ചു. ഇപ്രകാരമാണ് രാജാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത്: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. ഭൂമിയിലുള്ള സകല ജാതികളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്. അങ്ങയുടെ കരം കരുത്തുറ്റതും ബലമുള്ളതുമാണ്. അങ്ങയോട് എതിർത്ത് നിൽക്കുവാൻ ആർക്ക് കഴിയും? ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് ഈ ദേശനിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹാമിൻ്റെ സന്തതികൾക്ക് അത് ശാശ്വത അവകാശമായി നൽകുകയും ചെയ്തുവല്ലോ. അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിൽ ഒരാലയം പണിയുകയും ചെയ്തു. അവർ പ്രാർത്ഥിച്ചു. യുദ്ധം, ന്യായവിധിയുടെ വാള്, ബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ രക്ഷിക്കും. ഇസ്രായേൽ മിസ്രയീം ദേശത്ത് നിന്ന് വരുമ്പോൾ അവർ അമോന്യരെയും മോവാബ്യരെയും സേയീർ പർവ്വതക്കാരെയും ആക്രമിപ്പാൻ അങ്ങ് അനുവാദം കൊടുത്തില്ലല്ലോ. അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്ത് നിന്ന് ഞങ്ങളെ തുരത്തുവാൻ അവർ വന്നിരിക്കുന്നു. ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതുവാൻ ഞങ്ങൾ അശക്തരാണ്. എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. എങ്കിലും ഞങ്ങൾ അങ്ങേ അഭയം പ്രാപിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം എപ്രകാരമാണ് മറുപടി പറഞ്ഞത് എന്ന് അടുത്ത വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവ്യനുമായ യഹസിയേലിൻ്റെ മേൽ വന്നു. അവൻ സക്രിയയുടെ മകനായിരുന്നു. യഹസിയേൽ പറഞ്ഞു: യൂദയിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോശാഫാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു: നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങളല്ല, ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദ ജെറുസലേം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവീൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവീൻ. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ രാജാവും യൂദയിലെ ജെറുസലേമിലെയും നിവാസികൾ എല്ലാവരും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി ആരാധിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോൾ രാജാവ് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു:
യൂദാ ജെറുസലേം നിവാസികളെ കേൾക്കുവീൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവീൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവീൻ, നിങ്ങൾ വിജയം വരിക്കും. അവർ ദൈവത്തെ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദയെ ആക്രമിക്കുവാൻ വന്ന അമ്മോന്യര്, മോവാബ്യര്, സെയീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് പ്രവർത്തിച്ചു. അവർ തുരത്തപ്പെട്ടു. അമ്മോന്യരും മോവാബ്യരും ഒരുമിച്ച് സെയീർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു. അതിനുശേഷം അമ്മോന്യരും മോവാബ്യരും അന്യോന്യം ആക്രമിച്ച് അവരെ നശിച്ചു. ശത്രുക്കളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂദാ ജെറുസലേം നിവാസികൾ വീണ, കിന്നരം, കാഹളം എന്നിവയുടെ അകമ്പടിയോടെ അവർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിലെത്തി. യഹോശാഫാത്തിൻ്റെ ഭരണം സമാധാനപൂർണ്ണമായിരുന്നു. അവൻ്റെ രാജ്യത്തിന് ചുറ്റും ദൈവം സ്വസ്ഥത വരുത്തി. പ്രിയമുള്ളവരെ, പൂർണ്ണ മനസ്സോടെ യഹോവയെ അന്വേഷിച്ച ദൈവസന്നിധിയിൽ കുടുംബത്തിലുള്ളവരെല്ലാവരും ഒരുമിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ശക്തി യഹോവയായ ദൈവം നമുക്ക് നൽകുന്നു. നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്, യഹോവയാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമ്മുടെ ഭവനത്തിന് ചുറ്റും യഹോവ സ്വസ്ഥത നൽകി സംരക്ഷിക്കും. എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.